കൈക്കൂലിയുമായി കൊച്ചി കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥർ പിടിയിലായി. ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ലാലിച്ചൻ, ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരെയാണ് വിജിലൻസ് പിടികൂടിയത്. ഒരു കാര്യമില്ലാതെ തികച്ചും ന്യായമായിട്ട് നടത്തി തരേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് വെച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ നേരിട്ട് വന്ന സമയത്ത് മണികണ്ഠൻ RI ആയിട്ടുള്ള മണികണ്ഠൻ എന്നോട് പണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അത് വളരെ ഭവ്യമായ രീതിയിൽ, സാറേ അറിയാലോ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇങ്ങനെ ചില പതിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുകയും തുക എത്രയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു 2000 രൂപയും സൂപ്രണ്ട് ഒരു 5000 രൂപയും വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ നേരിട്ട് വരികയും എൻ്റെ കയ്യിൽ നിന്ന് ഇവർ രണ്ടുപേരും പണം കൈപ്പറ്റുകയും ചെയ്തു. സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ പണം പിടിച്ചു വാങ്ങുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻ മരിയ സണ്ണി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഇത് ഈ പരാതിക്കാരൻ പറയുന്നത് പോലെ വളരെ ഭവ്യമായി വിനയാന്വിതനായി ഈ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഏത് ആവശ്യത്തിനാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന, ഏത് വകുപ്പിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ? വിജയകുമാർ, ഭൂമിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് മാസമാണ് എളമക്കര സ്വദേശി കൊച്ചി കോർപ്പറേഷനിലെ സോണൽ ഓഫീസുമായി ബന്ധപ്പെടുന്നത്. അതിനുശേഷം പലതവണയായിട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പലതവണയായിട്ട് ഇവിടേക്ക് എത്തുന്നു. അത് ആ ഒരു സമയത്താണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ നേരിട്ട് ആ വ്യക്തി എത്തുന്നു. ആ എത്തിയ സമയത്താണ് എളമക്കര സ്വദേശിയായിട്ടുള്ള യുവാവിനോട് ഇവർ പണം ആവശ്യപ്പെടുന്നത്. ആ ബൈറ്റിൽ നമ്മൾ കേട്ടതാണ്, അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അത് വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് അവർ പൈസ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്, അതായത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മണികണ്ഠന് 2000 രൂപയും സൂപ്രണ്ടിന് 5000 രൂപയും ഈ രീതിയിലായിരുന്നു പണം നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചുകൊണ്ട് പിന്നീട് ഈ എളമക്കര സ്വദേശി വിജിലൻസിന് പരാതി നൽകുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പണം നൽകുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ സോണൽ ഓഫീസിലേക്ക് എത്തുന്നത്. തുടർന്ന് വിജിലൻസും ഇവിടേക്ക് എത്തി. ഈ സൂപ്രണ്ട് ആയിട്ടുള്ള ലാലിച്ചന്റെ കയ്യിൽ നിന്ന് 5000 രൂപയും ഇൻസ്പെക്ടർ ആയിട്ടുള്ള മണികണ്ഠന്റെ കയ്യിൽ നിന്ന് 2000 രൂപയുമാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. ഇവിടെ വന്ന സമയത്ത് നമ്മൾ പല ആളുകളോടുമായിട്ട്, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ആദ്യമായിട്ടല്ല, പലതവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചി സോണൽ ഓഫീസിലെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് ഈ നാട്ടുകാരും പറയുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. ആൻ മരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.